നമസ്കാരം. അണ്ടിമുക്ക് സഖാക്കളുടെ പ്രിയ സഖാവ് പി ജയരാജൻ, ജയരാജേട്ടന്മാരിൽ അഗ്രഗണ്യൻ. ഒരുപക്ഷെ പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് ഉയർന്നു വന്നില്ലായിരുന്നെങ്കിൽ പിന്നെ ഉയർന്നു വരേണ്ടിയിരുന്ന രണ്ടാമത്തെ പേര് പി ജയരാജൻ. എം വി ജയരാജനുണ്ട്, ക്യാപ്സൂൾ ജയരാജനുണ്ട്, അത് വേറെയാണ്. ചിറ്റപ്പൻ ജയരാജനുണ്ട്, അതും വേറെയാണ്. ഇവരിലെല്ലാം മുന്തി നിൽക്കുന്ന വലിയ ജനപിന്തുണയുള്ള പാർട്ടി സഖാക്കളുടെ പിന്തുണയുള്ള പി ജയരാജൻ അവർക്ക് അദ്ദേഹം ഒരു പുസ്തകവും എഴുതി. ഈ ഹിന്ദുത്വം RSSകാർ എങ്ങനെയാണ് കാവ്യവൽക്കരണവും ക്ഷേത്രം പിടിക്കുക എന്നൊക്കെ പറഞ്ഞൊരു വലിയ പുസ്തകം എഴുതി. അതിന് വലിയ പബ്ലിസിറ്റിയും കിട്ടിയിട്ടുണ്ട്, റീച്ചുള്ള പുസ്തകമാണ്. അങ്ങനെ ഒരു പുസ്തകമൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ കാവുകളെക്കുറിച്ച് ഏതോ ഒരു അമ്പലത്തിൽ കാവുണ്ടോ എന്ന് നോക്കാൻ ചെന്നപ്പോൾ ജയരാജൻ തൊഴാൻ ചെന്നതാണെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമായി, വലിയ വാർത്തയായി. ശിവരാജൻ ഇത് അമ്പലത്തിൽ പി ജയരാജൻ ഇത് അമ്പലത്തിൽ കയറിയിരിക്കുന്നതായി ജയരാജൻ പറഞ്ഞു, ഞാൻ കാവുണ്ടോ നോക്കാൻ കയറിയതാണ്. വലിയ വാർത്തയായി. എന്തായാലും ഉർവശി ശാപം ഉപകാരമായി. അദ്ദേഹം പുസ്തകം എഴുതിയത് നല്ലത്, കാവുണ്ടോ നോക്കാൻ പോയത് നല്ലത്. ദൈവനിയോഗം അദ്ദേഹത്തിന് വന്നിരിക്കുന്നു. കേരളത്തിലെ അമ്പലങ്ങളെ നിരീക്ഷിക്കാനും അമ്പല കമ്മിറ്റികളെ പിടിച്ചെടുക്കാനും CPMനെ ചുമതലപ്പെടുത്താനുള്ള ചുമതല നമ്മുടെ ഈ സഖാവിനാണ് ഇനിയിപ്പോൾ. അപ്പോൾ പി ജയരാജൻ സഖാവിൻ്റെ പുസ്തകം വിൽക്കാനും ഒരു ചാൻസായി. കാരണം ഈ അമ്പല സഖാക്കളുമായിട്ട് ബന്ധപ്പെടാനൊരു ചാൻസായി. അമ്പല കമ്മിറ്റി പിടിച്ചെടുക്കാനുള്ള സാധ്യതയുമായി. ഞാനൊക്കെ വിദ്യാർത്ഥി ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ നാട്ടിൽ ഒരു വർത്തമാനമുണ്ടായിരുന്നു, CPM അമ്പല കമ്മിറ്റിയിൽ കയറിപ്പറ്റണം. പക്ഷേ അപ്പോൾ ഡയറക്റ്റ് ആരും കയറരുത്, ഇൻഡയറക്റ്റായിട്ട്, അതായത് വിശ്വാസമുള്ള സഖാക്കൾ മാത്രം അവിടെ പോയാൽ മതി. അമ്പലത്തിൽ വിശ്വാസമുള്ള സഖാക്കളാണ് പിടിച്ചെടുക്കേണ്ടത് അമ്പല കമ്മിറ്റി. അങ്ങനെ അമ്പലം പിടിച്ചെടുത്തില്ലെങ്കിൽ അത് RSSും സംഘപരിവാറും അതുപോലെ BJPയും കോൺഗ്രസ്സുകാരും ഒക്കെ അവിടെ കയറും. അവർക്ക് വരാതിരിക്കാൻ നമുക്ക് അമ്പല കമ്മിറ്റി പിടിച്ചെടുക്കണം എന്നുള്ള ഒരു പരിപാടി 10, 30, 40 വർഷമായി CPM കൊണ്ട് നടക്കുന്ന ഒരു അജണ്ടയാണ്. പക്ഷേ ഇപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് അമ്പല കമ്മിറ്റി പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അമ്പല കമ്മിറ്റി വഴിയൊക്കെയാണ് BJP വളരുന്നതെന്നാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ അമ്പല കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പബ്ലിക് വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ അന്നദാനത്തിനും ഇനിയിപ്പോൾ അവിടുത്തെ പിന്നെ വിഗ്രഹം എടുക്കാനും പോറ്റിയെ സഹായിക്കാനും ഒക്കെ സഖാക്കൾ നിൽക്കും. പിന്നെ ചുവന്ന കൊടി എല്ലാത്തിനും പറ്റുന്നതാണല്ലോ. കാവിയും ചുവപ്പും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പല അമ്പലങ്ങളിലും ചുവന്ന കൊടിയാണ് കെട്ടിയിരിക്കുന്നത്. ചുവന്ന തുണി ഉപയോഗിക്കാറുണ്ട് അമ്പലങ്ങളിൽ ധാരാളമായി. അപ്പോൾ അതൊരു വലിയ പ്രശ്നമില്ല. ചുവപ്പ് തുണി ഇവർക്കും ചുവപ്പ് കൊടി ആയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ എന്താണ് സഖാക്കളെ ചെയ്യുന്നതെന്നറിയില്ല. ബഹുജനങ്ങളിൽ നിന്ന് അകന്ന് ബഹുജനങ്ങളിൽ നിന്ന് പോയി അവസാനം സെൻട്രൽ കമ്മിറ്റി പറഞ്ഞു ഈ കാരണഭൂതനാണ് സകലതിനും കാരണമെന്നൊക്കെ പറഞ്ഞു. കണ്ണൂരിലെ സഖാക്കൾ തമ്മിലടിയായി. വേണ്ട ജഗപ്പൊക്കെ ആയപ്പോഴാണ് പാർട്ടി അതൊന്നും തിരുത്താതെ, അതിനാവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരാതെ, അതിനാവശ്യമായ തിരുത്തൽ നടപടികൾ എടുക്കാതെ അമ്പല കമ്മിറ്റി പിടിക്കുന്നത് എങ്ങനെയെന്ന് പോകുന്നു. ഇതെന്തിലേക്ക് പോകും? സംഘർഷത്തിലേക്ക് പോകും. അമ്പല കമ്മിറ്റി പിടിച്ചെടുക്കാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ ഹൈന്ദവ സംഘടനകൾ മിക്കവാറും കുറച്ച് പേർ RSSുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും, കുറച്ച് പേർ BJPയുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും, വേറെ കുറച്ച് പേർ ഒന്നുമായി ദൈവവിശ്വാസത്തിനപ്പുറം ഒന്നുമായി ബന്ധമുള്ളവരായിരിക്കില്ല. അവരെ കൂടി ശത്രുപക്ഷത്ത് നിർത്തുന്ന ചില നടപടികളാണ് CPM ഇപ്പോൾ ആലോചിക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസികൾ പണിയെടുക്കട്ടെ, വിശ്വാസികൾ നോക്കട്ടെ. അത് സംഘപരിവാർ കൊണ്ടുപോകുമോ BJP കൊണ്ടുപോകുമോ എന്നൊക്കെ ഉള്ളത് വേറെ വിഷയമാണ്. എന്തായാലും CPM അതിനകത്തുകൊണ്ട് തലവച്ചാൽ ആകെ നാശകോശയാവുകയുള്ളൂ. കടയ്ക്കൽ തിരുവാതിര നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ പുപ്പൻ്റെ പാട്ട്, പിന്നെ രക്തസാക്ഷി പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടിട്ട് വേണ്ട കുഴപ്പമായി, തല്ലായി. ഇതുപോലെ പുപ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പലയിടത്തും ഇട്ട് തല്ലും ബഹളവും അട്ടഹാസവും ഒക്കെ ആയി. അതേസമയം ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവും സാംബശിവൻ്റെ നാടകങ്ങളും KPSC കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകങ്ങളും കെടാമംഗലം സദാനന്ദൻ്റെയും B ഹർഷകുമാറിൻ്റെയും സാംബശിവൻ്റെയും മുഴുവൻ കഥകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആശയാടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്ന കഥകളായിരുന്നു. മുഴുവൻ നാടകങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആശയാടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു. ONV കുറുപ്പിൻ്റെയും ദേവരാജിൻ്റെയും അതുപോലെ തന്നെ വയലാറിൻ്റെയും ഗാനങ്ങളെല്ലാം, മിക്കവാറും ഗാനങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് അടിത്തറ പാകുന്ന കലാരൂപങ്ങളും പാട്ടും സംഗീതവും കഥാപ്രസംഗവും ഒക്കെ ആയിരുന്നു. അതിൽ VD രാജപ്പൻ്റെ കഥാപ്രസംഗം ഒഴിച്ചാൽ ബാക്കി മിക്കവാറും എല്ലാവരും, അയില ഉണ്ണികൃഷ്ണൻ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. B കർഷകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഥകളാണ് പറയുന്നത്. ശാംബശിവൻ വരെ 20-ാം നൂറ്റാണ്ടടക്കമുള്ള എല്ലാ കഥകളും, ശാമ്പൻ്റെ എല്ലാ കഥകളും
ഞാൻ എത്രയോ കഥകൾ പോയി നേരിട്ട് ഫ്രണ്ടിൽ ചെന്നിരുന്ന് വലിയ വീരാരാധനയോടുകൂടി സാംബശിവൻ്റെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ട്. എവിടെ സാംബശിവൻ വരുന്നു എന്ന് പറഞ്ഞാലും പോയി ഉറക്കൊഴിഞ്ഞിരിക്കും. വെളുപ്പാങ്കാലം ശിവരാത്രിക്കൊക്കെ 4ാമത്തെ പരിപാടിയാണ്. സന്ധ്യയ്ക്ക് 9 മണിക്ക് പരിപാടി, ചിലപ്പോൾ ചിലയിടത്ത് 7 മണിക്ക് പരിപാടി, 9 മണിക്ക് 10 മണിക്ക് പരിപാടി, 12 1 മണിക്ക് പരിപാടി, 4 മണി, ഇങ്ങനെ 5ാമത്തെ പരിപാടി 4ാമത്തെ പരിപാടിയൊക്കെ ആയിരിക്കും. വെളുപ്പാങ്കാലം 4 മണിക്കൊക്കെ വന്ന്, അത് ശിവരാത്രി ആയതുകൊണ്ട് എല്ലാവരും ഉറക്കൊഴിഞ്ഞിരിക്കുമല്ലോ, വന്ന് അങ്ങനെ കഥ പറഞ്ഞ കഥാപ്രസംഗം പോലും കേട്ടിട്ടുണ്ട്. 2-2.5 മണിക്കൂറാണ്, ചിലപ്പോൾ 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരു ഫീൽ തന്നെയാണ് ശാമ്പൻ്റെ കഥാപ്രസംഗം നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ അതിലെല്ലാം ഒരു 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 എന്താ പറയുക, ഒരു കൃത്യമായിട്ടുള്ള നിരാലംബരുടെയും നിരാശ്രരുടെയും പാവപ്പെട്ടവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയൊക്കെ കഥയാണ് കംപ്ലീറ്റ് സാംബശിവനൊക്കെ പറയുന്നത്. അതിലൂടെ നമ്മൾ അറിയാതെ നമ്മളൊരു സോഷ്യലിസ്റ്റിക് വ്യൂവിലൊക്കെ ചിന്തിച്ച് പോകും, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ചിന്തിക്കും. അതുപോലെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്നത് പച്ചയ്ക്ക് അതിനകത്ത് കൊടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാകയൊക്കെ സ്റ്റേജിൽ വരുന്നുണ്ട്. എന്നിട്ടും ആരും എതിർത്തില്ല, ഒരു സംഘിയും എതിർത്തില്ല, ഒരു സംഘപരിവാറും എതിർത്തില്ല, ഒരു കോൺഗ്രസ്സുകാരും എതിർത്തില്ല, ആരും എതിർത്തില്ല. അത് അമ്പല കമ്മിറ്റിക്ക് ഒരു വഴിക്ക് അവിടെ അങ്ങ് പോയി. അതേസമയം ഇനിയിപ്പോൾ നടക്കാൻ പോണ അതല്ല. ഇനിയിപ്പോൾ ഗണഗീതം വയ്ക്കണമെന്ന് കുറച്ച് പേര് പറയും, പുപ്പൻ്റെ പാട്ട് വയ്ക്കണമെന്ന് കുറച്ച് പേര് പറയും, ഹോമം നടത്തണമെന്ന് കുറച്ച് പേര് പറയും, ഹോമം നടത്തണ്ട എന്ന് പറയും, ഇനി ഹോമം നടത്തുകയാണെങ്കിൽ എന്ത് ഹോമം നടത്തണമെന്ന് പറയും. അങ്ങനെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകാതെ ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്, അതിലേക്ക് പോകണം. അതിന് പോകാൻ സംഘടന സജ്ജമാകണം. അതാണ് CPM ചെയ്യേണ്ടത്. അമ്പല കമ്മിറ്റി വിശ്വാസികൾ നടത്തട്ടെ. അത് കമ്മ്യൂണിസ്റ്റുകാരായ വിശ്വാസികളുണ്ടെങ്കിൽ അവരും കൂടെ പോയി നടത്തട്ടെ. അവിടെ അതിനപ്പുറം പാർട്ടിക്ക് ചുമതല കൊടുത്ത്, ഒരു സഖാവിന് ചുമതല കൊടുത്ത്, താഴേക്കുള്ള സഖാക്കൾക്ക് ബ്രാഞ്ച് കമ്മിറ്റി വരെ അമ്പലം പിടിക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയൊക്കെ വെച്ച് പിടിക്കുന്നത്, വെളുക്കാൻ തേക്കുന്നത് പാണ്ഡാവും ശ്രീനാരായണ ഗുരുദേവനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്ലോട്ട് അവിടെ കണ്ണൂരിൽ നടത്തി. ഇതേ കണ്ണൂരിൽ തന്നെ ചെയ്തു. അവസാനം ഉള്ള ഈഴവരുടെ വോട്ട് കൂടി പോയി. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രത്യേകിച്ച് ഈഴവര വീടുകളിലാണ് കൂടുതലും, നായന്മാരെ വീടുകളിലൊക്കെ ഉണ്ട്, എന്നാലും കൂടുതൽ ഈഴവര വീടുകളിലായിരുന്നു. കാറൽ മാർക്സ്, ഏംഗൽസ്, ലെനിൻ്റെ പടം ഒരുപാട് വെച്ചിട്ടുണ്ട്, സ്റ്റാലിൻ്റെ പടം വെച്ചിട്ടുള്ള വീടുകളുണ്ടായിരുന്നു. പിന്നെ AKG, EMS, പിന്നെ അങ്ങനെയുള്ള രണദിവെ, അതുപോലെ ഹർഷിക് സിംഗ്, സുർജിത്ത്, ഇങ്ങനെ ജ്യോതി ബസു, ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ചിരുന്നു. ഒരു 70കൾ വരെ. 70കളായപ്പോഴാണ് നിങ്ങൾ ഗുരുദേവനെയൊക്കെ കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ വലിയ ബഹളമായി. ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ പതുക്കെ ഈ ഫോട്ടോകൾ താഴെ ഇറക്കിയിട്ട് ഗുരുദേവൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയൊക്കെ ഫോട്ടോ വയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ അതും മാറി. പിന്നെ മാതാമൃത അമ്മയുടെ പടമായി, ശ്രീ രവിശങ്കറിൻ്റെ ആയി, ദൈവങ്ങളുടെ ആയി, ഒക്കെ ആയി. അതുകൊണ്ട് നിങ്ങൾ ഈ കളിക്കണ കളി കളിച്ച് പിടിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കളിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, സമൂഹത്തിനും അതിനേക്കാൾ നല്ലത്.